Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ജൂലൈ 18 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സ്വദേശികളും വിദേശികളുമായ യാത്രക്കാർക്കായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം കർശന സുരക്ഷാ മുൻകരുതലുകൾ പുറപ്പെടുവിപ്പിച്ചു. മോഷണം തടയാൻ വീടുകളിൽ ലൈറ്റ് ടൈമറുകൾ ഉപയോഗിക്കാനും ബന്ധുക്കളെ ചുമതലപ്പെടുത്താനും നിർദ്ദേശമുണ്ട്. വിമാനത്താവളത്തിൽ 2 മണിക്കൂർ മുൻപ് എത്തുക, നിരോധിത വസ്തുക്കൾ ഒഴിവാക്കുക, പണവും സ്വർണവും സ്വന്തം കൈവശം സൂക്ഷിക്കുക എന്നിവ പ്രധാനമാണ്. റോഡ് യാത്രക്കാർ വാഹനത്തിന്റെ അവസ്ഥയും രേഖകളും ഉറപ്പാക്കണം. വിദേശത്ത് എത്തിയാൽ രേഖകൾ ഹോട്ടൽ സേഫിൽ സൂക്ഷിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ബഹ്റൈൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈൻ രാജ്യത്തെ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ മിസൈൽ ഡ്രോൺ വ്യോമാക്രമണ ശ്രമങ്ങളെ ബഹ്റൈൻ പ്രതിരോധ സേന വിജയകരമായി ആകാശത്ത് വച്ച് തന്നെ തകർത്തു. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളും നിലവിൽ അതീവ ജാഗ്രതയിലാണ്. തകർന്നു വീണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ റോയൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരം അപരിചിത വസ്തുക്കളുടെ അരികിലേക്ക് പൊതുജനങ്ങൾ പോകരുതെന്ന് സൈന്യം നിർദ്ദേശിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമായ ഈ ആക്രമണത്തെ BDF ശക്തമായി അപലപിച്ചു. പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനുമായി മന്ത്രിമാർ കൃത്യമായ ഇടവേളകളിൽ ജനസമ്പർക്ക യോഗങ്ങൾ നടത്തണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ നിർദ്ദേശിച്ചു. ഓൺലൈൻ പോർട്ടൽ വഴി പരാതികൾ മുൻകൂട്ടി സമർപ്പിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നേരിട്ടോ ഓൺലൈനായോ യോഗങ്ങൾ നടത്താം. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ 3 മാസത്തിലൊരിക്കൽ അവലോകന യോഗങ്ങൾ ചേരണമെന്നും ചുവപ്പുനാടകൾ ഒഴിവാക്കാൻ ഈ സുതാര്യമായ രീതി സഹായിക്കുമെന്നും MP മാർ ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിലെ 3 വയസ്സുകാരനായ മലയാളി ബാലൻ നീൽകൃഷ്ണ അസാധാരണ സംഗീത പ്രതിഭയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. പാട്ടിന്റെ വരികളോ ശബ്ദമോ ഇല്ലാതെ വെറും ഇൻസ്ട്രുമെന്റൽ ട്യൂണുകൾ മാത്രം കേട്ട് 13 മിനിറ്റിനുള്ളിൽ 40-ലധികം പാട്ടുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് ഈ കൊച്ചുമിടുക്കൻ അത്ഭുതപ്പെടുത്തിയത്. കേരളത്തിൽ കാസർഗോഡ് സ്വദേശികളായ ഡോക്ടർ റസ്ന പിലായ്ക്കൽ, സുജിത് കുമാർ ദമ്പതികളുടെ മകനാണ് നീൽകൃഷ്ണ. ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ബഹ്റൈനി കർഷകർക്കായി 1,22,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലുള്ള 18 കാർഷിക പ്ലോട്ടുകൾ അനുവദിച്ചതായി മന്ത്രി വേൽ അൽ മുബാറക് അറിയിച്ചു. ഇത് പ്രാദേശിക കാർഷിക ഉൽപ്പാദനം 8% വർദ്ധിപ്പിക്കും. കൂടാതെ റിഫയിലെ അൽ വഫ പാർക്ക്, സിത്ര സെൻട്രൽ മാർക്കറ്റ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ വികസന നവീകരണ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവസാന ഘട്ടത്തിലാണ്. തീരദേശ സുരക്ഷയും സമുദ്രയാത്രക്കാരുടെ സുരക്ഷയും മുൻനിർത്തി മത്സ്യബന്ധന വിനോദസഞ്ചാര ബോട്ടുകൾക്ക് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം രാത്രികാല യാത്രാവിലക്ക് ഏർപ്പെടുത്തി. ജൂലൈ 16 മുതൽ പ്രാബല്യത്തിൽ വന്ന ഉത്തരവ് പ്രകാരം വൈകുന്നേരം 6:30 മുതൽ പുലർച്ചെ 4 വരെ കടൽയാത്രയ്ക്ക് പൂർണ്ണ കർഫ്യൂ ആയിരിക്കും. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് വ്യാജ സാലറി സർട്ടിഫിക്കറ്റുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഉപയോഗിച്ച് ഇലക്ട്രോണിക് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പാ തട്ടിപ്പ് നടത്തിയ 24 ഏഷ്യൻ പൗരന്മാരെ സുരക്ഷാ അധികൃതർ പിടികൂടി. ബഹ്റൈനകത്തും പുറത്തുമായി പ്രവർത്തിച്ചിരുന്ന അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖലയാണ് ഇതിന് പിന്നിൽ. പ്രതികൾ വരുമാനം പെരുപ്പിച്ചു കാട്ടിയാണ് വായ്പകൾ കൈപ്പറ്റിയിരുന്നത്. അറസ്റ്റിലായവരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷനെ കൈമാറി.
ബഹ്റിനിൽ കഴിഞ്ഞ വർഷം 2006 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടർ കേണൽ മുഹമ്മദ് അൽ ബുഐനൻ വ്യക്തമാക്കി. ഈ വർഷം ആദ്യപാദത്തിൽ 475 കേസുകളും റിപ്പോർട്ട് ചെയ്തു. പരമ്പരാഗത മയക്കുമരുന്നുകൾക്ക് പുറമെ ഐസ് പോലുള്ള സിന്തറ്റിക് രാസലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. വിതരണത്തിനായി ഡെഡ് ഡ്രോപ്പ് രീതിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ലഹരിക്കെതിരെ മന്ത്രാലയം കൃത്രിമ ബുദ്ധി, സാങ്കേതിക വിദ്യയും ബോധവൽക്കരണവും ഉപയോഗിക്കുന്നുണ്ട്. കടുത്ത വേനൽ ചൂടിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾക്ക് ആശ്വാസമേകി ബഹ്റിൻ മലയാളി ബിസിനസ് ഫോറം സംഘടിപ്പിക്കുന്ന സൗജന്യ ദാഹജല പഴവർഗ്ഗ വിതരണ പദ്ധതിയായ ഹെൽപ്പ് ആൻഡ് ഡ്രിങ്കിന്റെ 12ാം സീസൺ ട്യൂബ്ലിയിൽ ആരംഭിച്ചു. ആദ്യ ദിനം തൊഴിലാളികൾക്ക് ലഘുഭക്ഷണങ്ങളും പഴവർഗ്ഗങ്ങളും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. വേനൽക്കാല ആരോഗ്യ മുൻകരുതലുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഇതിനൊപ്പം നൽകുന്നുണ്ട്. ഈ ജീവകാരുണ്യ പദ്ധതി സെപ്റ്റംബറോടെ സമാപിക്കും. IMDയുടെ 2026 വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇയർബുക്കിൽ 10 സ്ഥാനങ്ങൾ മുന്നേറി ബഹ്റിൻ ചരിത്രത്തിലാദ്യമായി മികച്ച 20 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. വില നിലവാരം എന്ന ഘടകത്തിൽ ആഗോളതലത്തിൽ 3ാം സ്ഥാനത്തെത്തിയത് രാജ്യത്തിന് നേട്ടമായി. രാജ്യത്തിന്റെ GDP $49 ബില്യൺ എത്തുകയും 3.5% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ 9ാം സ്ഥാനത്താണ് ബഹ്റൈൻ. ശക്തമായ ഭരണം, സുസ്ഥിരമായ സ്ഥാപനങ്ങൾ, കരുത്തുറ്റ കറൻസി എന്നിവയാണ് ഈ മുന്നേറ്റത്തിന് സഹായിച്ചത്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.